സോ നമ്മുടെ 6th മൊഡ്യൂളിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ദാറ്റ് ഈസ് TSP യൂസിങ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞ അൽഗോരിതം ഡിസൈൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ്റെ ഇടയിൽ കുറേ സിറ്റീസ് ഉണ്ട്. അപ്പോൾ കുറേ സിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സിറ്റിയിൽ ഒരു തവണ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ടൈം വിസിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള സിറ്റി വേണം ആദ്യം വിസിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഒരു സിറ്റിയിലെത്തി രണ്ടാമത്തെ സിറ്റിയിൽ നിന്ന് തിരിച്ച് ഒന്നാമത്തെ സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും തിരിച്ച് ആൾറെഡി വിസിറ്റ് ചെയ്ത സിറ്റിയിൽ ഒരിക്കൽ കൂടിയും വിസിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. സോ ഇൻ ബിറ്റ്വീൻ കുറേ സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് വഴി നമുക്ക് മൂവ് ചെയ്യണം, നമുക്ക് റീവിസിറ്റ് ചെയ്യാനും പാടില്ല. സോ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് എത്താൻ, തിരിച്ച് സോഴ്സിലേക്ക് തന്നെ എത്താം. സോ നമുക്ക് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ടൂറാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്രം എ വെയ്റ്റഡ് ഗ്രാഫ്. സോ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ ഗ്രാഫിൽ നോഡുകൾ വെർട്ടെക്സുകളാണ് സിറ്റീസ്, അതിൽ വെയ്റ്റായിട്ട് എഡ്ജിൽ കൊടുക്കുന്ന വെയ്റ്റുകളാണ് അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്തായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ്, കോസ്റ്റ്. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ട്രീ വെച്ചിട്ട് നമ്മൾ NQN പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ട്രീ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്കിങ്ങിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, അവിടുന്ന് നെക്സ്റ്റ് നോഡ്, ദെൻ നെക്സ്റ്റ് നോഡ്. നമുക്ക് വീണ്ടും ഇതാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്യും, നെക്സ്റ്റ് നോഡിലേക്ക് അങ്ങനെ മൂവ് ചെയ്യും അല്ലേ. സോ ബാക്ക് ട്രാക്കിങ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. സോ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം അതുപോലെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനത് പറ്റില്ല എന്നല്ല, അത് അത്ര നല്ല സൊല്യൂഷൻ ആയിരിക്കില്ല, കാരണം ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട്. ഓക്കെ, സോ ബാക്ക് ട്രാക്കിംഗ് കൺസ്യൂംസ് മോർ ടൈം. സോ വി ആർ നോട്ട് യൂസിങ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം സോൾവിങ് ബൈ യൂസിങ് ബാക്ക് ട്രാക്കിംഗ്. ഓക്കെ, സോ പെർമ്യൂട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ. അവിടെ നമ്മൾ ഓരോ നോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും ഓരോ നോഡ് എടുക്കുമ്പോൾ അതിൽ ലെവലുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇത് ലെവൽ 1, ഇത് ലെവൽ 2, ഓരോ നോഡിലും എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഓരോ വെർട്ടെക്സിൻ്റെ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. നെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ലെവലിലും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എല്ലാ വെർട്ടീസസിൻ്റെയും കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് സ്പേസ് ട്രീ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു ഗ്രാഫ് എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, സോ വെർട്ടെക്സ് 1 വെർട്ടെക്സ് 1ലേക്ക് നമ്മൾ എഡ്ജൊന്നും കൊടുത്തിട്ടില്ല. വെർട്ടെക്സ് 1 വെർട്ടെക്സ് 2ലേക്ക് സപ്പോസ് 20 ആണെന്ന് വിചാരിക്കുക. വെർട്ടെക്സ് 2 വെർട്ടെക്സ് 3ലേക്ക്, അങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ഓരോ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് വെയിറ്റ് കാണിച്ചിട്ടില്ല, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കോസ്റ്റ് മെട്രിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതാണിത്. ഓക്കെ, സോ വെർട്ടെക്സ് 1 വെർട്ടെക്സ് 1ലേക്കുള്ള വെയിറ്റ് ആണ് ഇൻഫിനിറ്റി, വെർട്ടെക്സ് 1 വെർട്ടെക്സ് 2ലേക്കുള്ള വെയിറ്റ് ആണ് 20, വെർട്ടെക്സ് 1 വെർട്ടെക്സ് 3ലേക്ക് ഉള്ളതാണ് 3ലേക്കുള്ളതാണ് എന്ത് 30, 1 4ലേക്കുള്ളതാണ് 10, 1 5ലേക്കുള്ളതാണ് വെർട്ടെക്സ് 1 വെർട്ടെക്സ് 5ലേക്കുള്ള ഡിസ്റ്റൻസ് പാത്താണ് 11. അതേപോലെ വെർട്ടെക്സ് 2 വെർട്ടെക്സ് 1ലേക്കുള്ളത് ഇൻഫിനിറ്റി, 2ലേക്ക് ഇൻഫിനിറ്റി, 3ലേക്ക് 16. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അഡ്ജസൻസി കോസ്റ്റ് മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ മെട്രിക്സ് എടുത്താൽ ഇത് റെഡ്യൂസ്ഡ് ആണോ അല്ലയോ നോക്കണം. ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് റോ എടുക്കുകയാണെങ്കിലും അതിൽ ഒരു 0 എലമെൻറ്റെങ്കിലും വേണം. സോ ഈ റോ എടുത്തു, ഇതിൽ മിനിമം ഒരു 0 എലമെൻറ്റെങ്കിലും വേണം. ഈ റോ എടുക്കുമ്പോഴും മിനിമം ഒരു 0 എങ്കിലും വേണം. സോ എല്ലാ റോസ് എടുക്കുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം ഒരു 0 എലമെൻറ്റെങ്കിലും വേണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമുക്ക് എന്ത് ചെയ്യും, റോനെ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ നമ്മൾ റോനെ റെഡ്യൂസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എലമെൻറ്റ് നമ്മൾ എടുത്തെഴുതി ഈ കറസ്പോണ്ടിങ് മെട്രിക്സിലെ മിനിമം എലമെൻറ്റ്. സോ ഫസ്റ്റ് റോയിലെ മിനിമം എലമെൻറ്റ് 10, സെക്കൻഡ് റോയിലെ മിനിമം എലമെൻറ്റ് 2, തേർഡിലെ മിനിമം എലമെൻറ്റ് 2, ഫോർത്തിലെ മിനിമം എലമെൻറ്റ് 3 ആൻഡ് ലാസ്റ്റ് റോയിലെ മിനിമം എലമെൻറ്റ് 4. ഓക്കെ, സോ ഇത് റെഡ്യൂസ്ഡ് അല്ല, കാരണം ഓരോ റോയിൽ പോലും 0 വരുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ റെഡ്യൂസ്ഡ് മെട്രിക്സ്. സോ വി ആർ ഗോയിങ് ടു റെഡ്യൂസ് ദിസ് മെട്രിക്സ്. എങ്ങനെയാണ്, മിനിമം എലമെൻറ്റ് കണ്ടുപിടിക്കുക ഓൺ ഈച്ച് റോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മിനിമം എലമെൻറ്റ് വെച്ചിട്ട് ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സോ വി ആർ സബ്ട്രാക്ടിങ് ഈച്ച് എലമെൻറ്റ് ഇൻ എ റോ വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് മിനിമം എലമെൻറ്റ്. ഓക്കെ, സോ ഇൻഫിനിറ്റി, ദെൻ 20 - 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 10, ദെൻ 30 - 10 എന്ന് പറയുമ്പോൾ 20,
10 മൈനസ് 10 എന്ന് പറയുമ്പോൾ 0 ആൻഡ് 11 മൈനസ് 10 എന്ന് പറയുമ്പോൾ 1. നെക്സ്റ്റ് ഈ റോനെ 2 വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ 15 മൈനസ് 2 13 ഇൻഫിനിറ്റി, 16 മൈനസ് 2 14, 4 മൈനസ് 2 2, 2 മൈനസ് 2 0. ഇനി ഈ റോ എടുക്കുമ്പോൾ മിനിമം എലമെൻറ്റ് 2, 3 മൈനസ് 2 1, 5 മൈനസ് 2 3, ഇൻഫിനിറ്റി, 2 മൈനസ് 2 0 ആൻഡ് 4 മൈനസ് 2 2. അതേപോലെ 19 6, ഇത് ഈ റോയിൽ മിനിമം എലമെൻറ്റ് 3 ആണ്. സോ വി ആർ സബ്ട്രാക്ടിങ് 3 വിത്ത് ഈച്ച് എലമെൻറ്റ് ഓഫ് ദിസ് റോ. സോ 19 മൈനസ് 3 16, 6 മൈനസ് 3 3, 18 മൈനസ് 3 15, ഇൻഫിനിറ്റി, 3 മൈനസ് 3 0. ഓക്കെ, ഇപ്പോൾ ഇതിൽ മിനിമം ഒരു 0 എങ്കിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് നോക്കേണ്ടത് കോളത്തിൽ മിനിമം 0 വരുന്നുണ്ടോ നോക്കുക. ഒരു എലമെൻറ്റെങ്കിലും 0 വരുന്നുണ്ടോ നോക്കുക. ഈ കോൾ എടുത്ത് നോക്കൂ, ഇതിൽ മിനിമം ഒരു 0 വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ഈ കോൾ എടുക്കുമ്പോഴും അതിൽ 0 വരുന്നില്ല. സോ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോഴും റെഡ്യൂസർ അല്ല മെട്രിക്സ്, നമുക്ക് കോളം റിഡക്ഷനും കൂടി അപ്പോൾ ചെയ്യണം. അപ്പോൾ റോ റിഡക്ഷൻ ചെയ്യുക, കോളം റിഡക്ഷനും ചെയ്യുക. ഓക്കെ, റോയിൽ ഒരു 0 എങ്കിലും വരുവാണെങ്കിൽ അതിലവിടെ റോ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആൾറെഡി ഉണ്ടെങ്കിൽ റോ റിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ കോളം റെഡ്യൂസ്ഡാണോ നോക്കണം. ഓക്കെ, സോ ഇവിടെ റോ റെഡ്യൂസ് ചെയ്തു, ഇനി കോളം റെഡ്യൂസ്ഡാണോ നോക്കി. ഈ കോളം എടുക്കുമ്പോൾ ഇവിടെ 0 ഇല്ല. സോ ഇവിടെ എടുക്കുമ്പോൾ 0 ഉണ്ട്, ഇവിടെ 0 ഇല്ല, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. സോ ഇതിൽ മിനിമം എലമെൻറ്റ് എടുക്കുക. സോ ആ മെട്രിക്സിലെ മിനിമം എലമെൻറ്റ് 1 ആണ്. ഇതിലെ മിനിമം എലമെൻറ്റ് എന്ന് പറയുന്നത് 0, ഇത് 3 ആണ്, ഇവിടെ 0 0. ഓക്കെ, സോ എന്ത് ചെയ്യണം, വി ആർ സബ്ട്രാക്ടിങ് മിനിമം കോളം എലമെൻറ്റ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് all elements of this row, this column. Okay, so infinity, 13 minus 1 എന്ന് പറയുമ്പോൾ 12, 1 minus 1 എന്ന് പറയുമ്പോൾ 0, 16 minus 1 എന്ന് പറയുമ്പോൾ 15, 12 minus 1 എന്ന് പറയുമ്പോൾ 11. ഇത് പിന്നെ 0 ആണല്ലോ അല്ലേ, അപ്പോൾ സെയിം തന്നെ 0 കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് അതിനല്ലേ കിട്ടുക. നെക്സ്റ്റ് ഇതിൽ നമ്മൾ മിനിമം കോളം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ 20 മൈനസ് 3 17, 14 മൈനസ് 3 11. ഓക്കെ, അങ്ങനെ കിട്ടും. സോ ഇപ്പോൾ നോക്കുക, ഓരോ റോ എടുക്കുമ്പോൾ അവിടെ ഒരു 0 ഉണ്ടാവും, ഓരോ കോൾ എടുക്കുമ്പോൾ മിനിമം ഒരു 0 ഉണ്ടാവും. സോ ദിസ് ഈസ് എ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഇനി നമുക്ക് ഈ മെട്രിക്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക, മിനിമം എലമെൻറ്റ്, ഓരോ റോയിലും മിനിമം എലമെൻറ്റ് സം ചെയ്യുക, അതുപോലെ കോളമിന് സം ചെയ്യുക. സോ ഇത് മൊത്തം കിട്ടുമ്പോൾ 21 കിട്ടും. കോളം മിനിമം എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ 21 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. സോ ഇതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഈ റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ഫർദർ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ പിടിക്കുക, റോയിൽ മിനിമം എലമെൻറ്റും കോളത്തിലെ മിനിമം എലമെൻറ്റും കൂടി സം ചെയ്ത് കിട്ടുന്നത് 25. ഓക്കെ, സോ നമ്മൾ ഈ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് വെർട്ടെക്സ് 1-ൽ നിന്നും എവിടേക്കൊക്കെ മൂവ് ചെയ്യാം, വെർട്ടെക്സ് 2-ലേക്ക് മൂവ് ചെയ്യാം, വെർട്ടെക്സ് 1-ൽ നിന്ന് നമുക്ക് 3-ലേക്ക് മൂവ് ചെയ്യാം, 1-ൽ നിന്ന് നമുക്ക് 4-ലേക്ക് മൂവ് ചെയ്യാം, അതുപോലെ 1-ൽ നിന്ന് നമുക്ക് 5-ലേക്ക് മൂവ് ചെയ്യാം. അതെ, അപ്പോൾ നമുക്ക് 1-ൽ നിന്ന് ഈ സെയിൽസ്മാന് വെർട്ടെക്സ് 1-ൽ നിന്ന് വെർട്ടെക്സ് 2-ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പാത്ത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പാത്ത് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യണം. മിനിമം കോസ്റ്റ് കിട്ടുന്ന പാത്ത് വേണം സെലക്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് കിട്ടിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് അതിൻ്റെ കോസ്റ്റാണ് എന്ത്, 25. സോ ഇതിൻ്റെ കോസ്റ്റ് 25. ഇനി എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, വെർട്ടെക്സ് 1-ൽ നിന്ന് വെർട്ടെക്സ് 2-ലേക്കുള്ള പാത്ത്, വെർട്ടെക്സ് 1-ൽ നിന്ന് വെർട്ടെക്സ് 3-ലേക്കുള്ള പാത്ത്, വെർട്ടെക്സ് 1-ൽ നിന്ന് വെർട്ടെക്സ് 4-ലേക്കുള്ള പാത്ത്, അതുപോലെ വെർട്ടെക്സ് 1-ൽ നിന്ന് വെർട്ടെക്സ് 5-ലേക്കുള്ള പാത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിൻ്റെ കോസ്റ്റ് കിട്ടും. ഏറ്റവും കിട്ടുന്ന കോസ്റ്റ് ഏതാണെങ്കിൽ ആ പാത്ത് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്തെടുക്കുക, ഈ 25 കിട്ടിയ മെട്രിക്സാണ് നമ്മുടെ 10 റെഡ്യൂസ്ഡ് മെട്രിക്സ്. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ ഓരോ പാത്തിൽ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കിട്ടി, നമുക്ക് ഓരോ പാത്ത് നമുക്ക് കൺസിഡർ ചെയ്യണം. സോ വി ആർ കൺസിഡറിങ് path from vertex 1 to vertex 2. അതാണ് ഫസ്റ്റ്. ഓക്കെ, കൺസിഡർ പാത്ത് ഫ്രം വെർട്ടെക്സ് 1 to vertex 2, ദാറ്റ് ഇസ് പാത്ത് ഓഫ് 1, 2, വെർട്ടെക്സ് 1 to വെർട്ടെക്സ് 2. ഇപ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ റോ 1 ഇൻഫിനിറ്റി, കോളം 2 ഇൻഫിനിറ്റി ആക്കി കൊടുക്കുക. വെർട്ടെക്സ് 1 നിന്ന് വെർട്ടെക്സ് 2 എന്ന് പറയുമ്പോൾ റോ 1-ഉം കോളം 2-ഉം ഇൻഫിനിറ്റി ആക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക, 1-ൽ നിന്ന് 2-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1-ൽ നിന്ന് 2-ലേക്ക് എത്തിയാൽ ഒരിക്കലും 2-ൽ നിന്ന് തിരിച്ച് 1-ലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. സോ വെർട്ടെക്സ് 2 നിന്ന് വെർട്ടെക്സ് 1-ലേക്കുള്ള എന്താക്കി കൊടുക്കുക, ഇൻഫിനിറ്റി ആക്കി കൊടുക്കുക. സോ മേക്ക് 2 to 1 എന്താക്കുക, ഇൻഫിനിറ്റി ആക്കുക റെഡ്യൂസ്ഡ് മെട്രിക്സിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയ റെഡ്യൂസ്ഡ് മെട്രിക്സിലാണ് നമ്മളിനി ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഫസ്റ്റ് റോനെ ഇൻഫിനിറ്റി ആക്കുക, സെക്കൻഡ് കോളത്തിന് ഇൻഫിനിറ്റി ആക്കുക, ദെൻ 2 to 1 ദാറ്റ് ഈസ് വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 1 ഇൻഫിനിറ്റി ആക്കുക. ബാക്കിയുള്ള എലമെൻറ്റ് നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിലെ അതേ എലമെൻറ്റ്. ഇനി നമുക്ക് എന്ത് നോക്കണം, ഇത് റെഡ്യൂസ്ഡ് ആണോ നോക്കണം. നോക്കൂ, ഇതിൽ ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഇതിൽ മിനിമം എലമെൻറ്റ് 0 ഉണ്ട്, ഇതെടുക്കുമ്പോൾ മിനിമം എലമെൻറ്റ് 0 ഉണ്ട്, ഇതിൽ 0 ഉണ്ട്, ഇതിലും 0 ഉണ്ട്. സോ റോ റെഡ്യൂസ്ഡ് ആണ്. ഇനി കോളം ചെക്ക് ചെയ്യൂ, ഇതിൽ 0 ഉണ്ട്, ഇത് ഇൻഫിനിറ്റിയാണ്, ഇത് 0 ആണ് അല്ലേ, മിനിമം എലമെൻറ്റ് 0 ഉണ്ട്, ഇതിൽ 0 ഉണ്ട്, ഇതിൽ 0 ഉണ്ട്. സോ
എല്ലാ റോ എടുക്കുമ്പോഴും മിനിമം ഒരു സീറോ എലമെൻറ്റും എല്ലാ കോളം എടുക്കുമ്പോഴും മിനിമം ഒരു സീറോ എലമെൻ്റ് ഉണ്ട്. സോ ദിസ് ഈസ് എ റെഡ്യൂസ്ഡ് മെട്രിക്സ്. സോ വി ഡോണ്ട് നീഡ് ടു പെർഫോം റോ റിഡക്ഷൻ ഓർ കോളം റിഡക്ഷൻ. സോ ആറിൻ്റെ വാല്യൂ എന്താ വരിക? ഇതിൻ്റെ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ കോസ്റ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ റോ മിനിമം റോ വാല്യൂസ് പ്ലസ് മിനിമം കോളം വാല്യൂ 0 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ പാത്ത് 1 നിന്ന് പാത്ത് 2ലേക്ക് വെർട്ടെക്സ് 1 നിന്ന് വെർട്ടെക്സ് 2 ആണ് നമ്മൾ നോക്കണം അല്ലേ. വെർട്ടെക്സ് 1 നിന്ന് വെർട്ടെക്സ് 2ലേക്കുള്ള എന്താണ് നമ്മൾ പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്തിൻ്റെ കോസ്റ്റാണ്? C∩2 ആണ്. അതായത് ഇതിൻ്റെ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, C∩2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ C∩1, അതായത് ഇതാണ് നമ്മുടെ C∩1 അല്ലേ. നമ്മൾ എടുക്കുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ കോസ്റ്റ് പ്ലസ് എന്താണ് വെർട്ടെക്സ് എന്ന് വെർട്ടെക്സ് 1 നിന്ന് വെർട്ടെക്സ് 2 ആണ് അല്ലേ. സോ നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിലെ വെർട്ടെക്സ് 1 നിന്ന് വെർട്ടെക്സ് 2ലേക്കുള്ള വാല്യൂ എത്രയാണ്? അത് പ്ലസ് ഇപ്പോൾ കിട്ടിയ ഈ മെട്രിക്സിൻ്റെ കോസ്റ്റ്. ഓക്കെ, C∩1 പ്ലസ് A(1, 2) പ്ലസ് R. അപ്പോൾ എ എന്ന് എടുത്തത് എന്ത് മെട്രിക്സ് ആണ്? ഇതാണ്. ഇതിൽ A(1, 2) എന്ന് പറയുമ്പോൾ 10. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ കോസ്റ്റ് 25 ആണ് കിട്ടിയിട്ടുണ്ട്. 25 പ്ലസ് A(1, 2) എന്ന് പറയുമ്പോൾ 10, R എന്ന് പറഞ്ഞാൽ ഈ 0. 25 പ്ലസ് 10 പ്ലസ് 0 ഈക്വൽ ടു 35. സോ 1 to 2 എന്ത് കിട്ടി? ദാറ്റ് ഈസ് 2 എന്ന് പറയുമ്പോൾ C∩2 ഈ വെർട്ടെക്സ് 2ൻ്റെ കോസ്റ്റാണ് എന്ത്? 35. ഇനി നമുക്ക് ഇതുപോലെ 1 to 3 കാണണം. 1 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ 1ന് ഇൻഫിനിറ്റി, കോളം 3ന് ഇൻഫിനിറ്റി, ദെൻ V3 to V1 ഇൻഫിനിറ്റി. ഓക്കെ, സോ വെർട്ടെക്സ് 1 നിന്ന് 3ൽ കണക്കാക്കുമ്പോൾ റോ 1ഉം കോളം 3യും നമ്മൾ ഇൻഫിനിറ്റി ആക്കി, V3 V1 ഇൻഫിനിറ്റി ആക്കി. കാരണം നമ്മൾ V1 നിന്ന് V3യിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് വെർട്ടെക്സ് 3 നിന്ന് വെർട്ടെക്സ് 1ലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് കിട്ടിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് 25 കോസ്റ്റുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റോ 1ഉം കോളം 3യും ഇൻഫിനിറ്റി ആക്കണം. സോ റോ 1ഉം കോളം 3യും ഇൻഫിനിറ്റി ആക്കണം. ദെൻ V3 V1 നമ്മൾ എന്താക്കി? V3 V1 ഇത് ഇൻഫിനിറ്റി ആക്കി. ഇനി എന്ത് ചെയ്യുക? ഇത് റെഡ്യൂസ്ഡ് ആണോ നോക്കുക. എല്ലാ റോയും നോക്കുക, എല്ലാ കോളം നോക്കുക. റോ നോക്കുമ്പോൾ എല്ലാം 0 കിട്ടുന്നുണ്ട്. പക്ഷെ കോളം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് 0 കിട്ടുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? കോളം റിഡക്ഷൻ ചെയ്യണം. അതായത് 11 വെച്ചിട്ട് നമ്മൾ ഈ ഓരോ എലമെൻറ്റിനെയും മൈനസ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? പുതിയ മെട്രിക്സ് ഇൻഫിനിറ്റി 12 - 1, സോ 12 - 11 1, ഇൻഫിനിറ്റി 15 - 11 4, 11 - 11 0. ഓക്കെ, സോ നമുക്ക് റെഡ്യൂസ്ഡ് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെഡ്യൂസ്ഡ് മെട്രിക്സ് കിട്ടി. സോ നമുക്ക് കോസ്റ്റ് എങ്ങനെ കിട്ടുക? R എങ്ങനെ കിട്ടുക? മിനിമം റോ വാല്യൂസ്, മിനിമം കോളം വാല്യൂസും. സോ 0 + 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആണ് ഇവിടുത്തെ R വാല്യൂ. സോ നമുക്ക് C∩3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 to 3 അല്ലേ. C∩1 പ്ലസ് എന്താണ്? A(1, 3) പ്ലസ് R. 1 to 3 ആണ്. സോ അതായത് നമ്മളെടുത്ത റെഡ്യൂസ്ഡ് മെട്രിക്സിലെ വെർട്ടെക്സ് 1 to വെർട്ടെക്സ് 3. സോ നമ്മളെടുത്ത റെഡ്യൂസ്ഡ് മെട്രിക്സ് ഏതാണ്? ഇതാണല്ലേ. 1 to 3 എന്ന് പറയുമ്പോൾ എന്താ? 70. സോ 25 + 17 പ്ലസ് ഇപ്പോൾ കിട്ടിയ R 11. സോ 53. സോ 1 to 3 എടുക്കുമ്പോൾ 3ലെത്തുമ്പോഴുള്ള കോസ്റ്റ് എത്രയാണ്? C∩3 പറഞ്ഞാൽ 53. ഇനി ഞാൻ 1 to 4 എടുക്കണം. 1 to 4 എന്ന് പറയുമ്പോൾ റോ 1ഉം കോളം 4ഉം ഇൻഫിനിറ്റി, V4 V1 ഇൻഫിനിറ്റി. ഓക്കെ, സോ നമ്മുടെ റെഡ്യൂസ് മെട്രിക്സ് അത് C∩1 25 കിട്ടുന്ന മെട്രിക്സ്. റോ 1ഉം കോളം 4ഉം അതേപോലെ V4 V1 നമ്മളെന്ത് ഇൻഫിനിറ്റി ആക്കി. ഇനി ഇത് റെഡ്യൂസ്ഡ് ആണോ നോക്കി. റോ ചെക്ക് ചെയ്തു, എല്ലാ റോയും ചെക്ക് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്, എല്ലാ കോളം ചെക്ക് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾറെഡി എ റെഡ്യൂസ്ഡ് മെട്രിക്സ്. സോ R ഈസ് ഈക്വൽ ടു 0 + 0. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് C∩4. C∩4 എങ്ങനെ കിട്ടുക? C∩1 പ്ലസ് A(1, 4) പ്ലസ് 2. C∩1 25 ആണ്. ദെൻ A(1, 4) എന്നുള്ളത് 0 ആണ്. A(1, 4) 1 4 കണ്ടു 0 ആണ്. സോ ആറിൻ്റെ വാല്യൂ 0. സോ 25. സോ 1 to 4 എന്ത് കിട്ടി? C∩4 എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. ഇനി എനിക്ക് 1 to 5 നോക്കണം. 1 to 5 എന്ന് പറയുമ്പോൾ റോ 1ഉം കോളം 5 ഇൻഫിനിറ്റി, V5 V1 ഇൻഫിനിറ്റി. ഓക്കെ, സോ നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ റോ 1നെയും കോളം 5നെയും ഇൻഫിനിറ്റി ആക്കി കൊടുക്കുക. ദെൻ V5 V1 ഇൻഫിനിറ്റി ആക്കി കൊടുക്കുക. ഇത് റെഡ്യൂസ്ഡ് അല്ല, കാരണം ഇവിടെ 2 ഇവിടെ 3 ആണ് കിട്ടുന്നത്. സോ എന്ത് നമുക്ക് പെർഫോം ചെയ്യണം? റോ റിഡക്ഷൻ ചെയ്യണം. സോ 12 - 2, 11 - 2, 2 - 2. സോ എന്ത് കിട്ടും? 12 - 2 10, 11 - 2 9. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ആറിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? ഇതിൽ റോ മിനിമം എന്ന് പറഞ്ഞാൽ 2 + 3 5 അല്ലേ. സോ എന്ത് കിട്ടി? 5. കോളം മിനിമം പറയുമ്പോൾ 0 ആണ്. സോ 0 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ C∩5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C∩1 പ്ലസ് A(1 to 5) പ്ലസ് R ദാറ്റ് ഈസ് 25 പ്ലസ് A(1 to 5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 എത്രയാണ്? 1 ആണ്. V1 V5 എന്ന് പറയുന്നത് 1 ആണ്.
സോ 1 പ്ലസ് ഇപ്പോൾ കിട്ടിയ ആറിൻ്റെ വാല്യൂ 5. 25 + 1 + 5 എന്ത് കിട്ടും? 31 കിട്ടും. സോ നമ്മൾ വെർട്ടെക്സ് 1 എന്നുള്ള എല്ലാ പാത്തും നമ്മൾ ചെക്ക് ചെയ്തു. സോ ഈ ലെവൽ 2ൽ നമുക്കുള്ള ഓരോ വെർട്ടെക്സിനെയും കോസ്റ്റ് കിട്ടി. ഇത് 35 ആണ്, ഇത് 53 ആണ്, ഇത് 25 ആണ്, ഇത് 31 ആണ്. ഇതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ആർക്കാണ് കിട്ടുന്നത്? വെർട്ടെക്സ് 4-നാണ്. സോ വി ആർ ചൂസിങ് ദിസ് പാത്ത്, V1 to V4 എന്നുള്ള പാത്താണ് നമ്മൾ ചൂസ് ചെയ്യുക. സോ സെയിൽസ്മാന് വെർട്ടെക്സ് 1 സോഴ്സിൽ നിന്നും, അതായത് സോഴ്സാണ് വെർട്ടെക്സ് 1, അതിൽ നിന്നും എവിടേക്കാണ് മൂവ് ചെയ്യുക? 4 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കാണ് മൂവ് ചെയ്യുക. ഇനി 4ൽ നിന്നും ഉള്ള പോസിബിലിറ്റീസ് വരയ്ക്കുക. സോ 1 എന്നുള്ള ഏത് പാത്താണ് നമ്മൾ സെലക്ട് ചെയ്ത്? ഈ പാത്താണ് നമ്മൾ സെലക്ട് ചെയ്ത് അല്ലേ. ഇനി 4 എന്നുള്ള പാത്തുകൾ, 4 എവിടേക്കൊക്കെ മൂവ് ചെയ്യാം? 4 1ലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി 4 2ലേക്ക് മൂവ് ചെയ്യാം, 3ലേക്ക് മൂവ് ചെയ്യാം, 5ലേക്ക് മൂവ് ചെയ്യാം. സോ 4 2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ 3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ 5ലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാത്ത് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 2, അതേപോലെ വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 3, അതേപോലെ തന്നെ വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 5. ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഫൈൻഡ് ചെയ്യുക, മിനിമം കോസ്റ്റ് ഇത് നോക്കുക. സോ വെർട്ടെക്സ് 4 ആണ് ഇപ്പോഴത്തെ നമ്മുടെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. സോ C∪4 കിട്ടുന്ന C∪4 നമ്മളൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ മെട്രിക്സാണ് നമ്മുടെ ന്യൂ റെഡ്യൂസ്ഡ് മെട്രിക്സ്. നമ്മൾ V1 to V4 ചെയ്തപ്പോഴാണ് നമുക്ക് C∪4 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെഡ്യൂസ്ഡ് മെട്രിക്സ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് നമുക്ക് 4 എന്നുള്ള പാത്തുകളാണ് എടുക്കുന്നത്. 4 2ലേക്ക്, 4 3ലേക്ക്, 4 5ലേക്ക് അല്ലേ. സോ 4ൽ നിന്നുള്ള പാത്താണ് എടുക്കുന്നത്. സോ 4ലേക്ക് വന്ന മെട്രിക്സ് ഏതാണ്? V1 V4ലേക്ക് കിട്ടുമ്പോൾ കിട്ടുന്നതാണ് V4 എന്ന് പറഞ്ഞ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഓക്കെ, അതാണിത്. ഇനി ഈ മെട്രിക്സ് വെച്ചുകൊണ്ടാവണം നമ്മൾ 2ലേക്കും 3ലേക്കും 5ലേക്കുള്ള പാത്ത് കണ്ടുപിടിക്കേണ്ടത്, കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. Okay, so we are taking the path from vertex 4. So take the reduced matrix for this calculation. That is the matrix that is reduced we got while calculating V1 to V4. Okay, അപ്പോൾ നമുക്ക് ആ റെഡ്യൂസ്ഡ് മെട്രിക്സ് എടുത്തു. അതായത് C∪4 = 25 ആണ് അല്ലേ. C∪4ൻ്റെ വാല്യൂ 25 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി വെർട്ടെക്സ് 4ൽ നിന്നും വെർട്ടെക്സ് 2ലേക്കും 3ലേക്കും 5ലേക്കും നോക്കണം. സോ നമുക്ക് ആദ്യം ഈ പാത്ത് എടുക്കാം, V4 to V2. സോ വെർട്ടെക്സ് 4 നിന്ന് വെർട്ടെക്സ് 2ലേക്കുള്ള പാത്ത് എടുക്കുമ്പോൾ റോ 4 ഇൻഫിനിറ്റി, കോളം 2 ഇൻഫിനിറ്റി ആക്കുക. ഓക്കെ, അതായത് 1ൽ നിന്ന് 4ൽ എത്തിയിട്ടുണ്ട്. ഇനി 4ൽ നിന്ന് നമുക്ക് 2 എന്ന് പറഞ്ഞ പാത്താണ് ഇപ്പോൾ നോക്കുന്നത്. സോ നമുക്കിനി ഒരിക്കലും എവിടേക്ക് മൂവ് ചെയ്യാൻ പാടില്ല? ആദ്യം തന്നെ സോഴ്സിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. 2 എന്ന് 4ലേക്ക് മൂവ് ചെയ്യരുത്. സോ V2 V1 എന്ത് ചെയ്യുക? അതും ഇൻഫിനിറ്റിയേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോളം റോ 4 ഇൻഫിനിറ്റി, കോളം 2 ഇൻഫിനിറ്റി, ആൾസോ വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 1 എന്താക്കി കൊടുക്കുക? ഇൻഫിനിറ്റി ആക്കുക. സോ നമുക്ക് ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്തു? റോ 4ഉം കോളം 2ഉം അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? V2 V1, ഇതാണ് V2 V1 അല്ലേ. വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 1 ഇതും ഇൻഫിനിറ്റിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് റെഡ്യൂസ്ഡ് ആണോ നോക്കുക. ഇത് ആൾറെഡി റെഡ്യൂസ്ഡ് ആണ്, 0 കിട്ടുന്നുണ്ട്, ഇവിടെയും 0 കിട്ടുന്നുണ്ട്. സോ R-ൻ്റെ വാല്യൂ എന്താണ്? 0 + 0 = 0. ഓക്കെ, സോ നമ്മൾക്കിപ്പോൾ കണ്ടുപിടിക്കണം എന്താണ്? V4 to V2. സോ C∪2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ C∪2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഏതെടുത്തിരിക്കുന്നത്? C∪4 അല്ലേ. ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് C∪4ൻ്റെ മെട്രിക്സ് ആണല്ലോ. സോ C∪4 പ്ലസ് എവിടെ നിന്ന് എവിടെ വരെയാണ് കണ്ടുപിടിക്കുന്നത്? 4 to 2. സോ A₁, പ്ലസ് R. A₁ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് എടുത്തിട്ടുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സിൽ വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 2 ഇതാണ് നമ്മൾ എടുത്ത മെട്രിക്സ്. വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ 25 + 3 + 0 = 28. സോ എന്ത് കിട്ടി? ഈ വാല്യൂ എന്ത് കിട്ടി? 2. C∪2 എന്നുള്ള 28 കിട്ടി. ഇനി വെർട്ടെക്സ് 4 to വെർട്ടെക്സ് 3 കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? V4 to V3 ആണ് അല്ലേ. 4th റോയും 3rd കോളവും V3 V1 എന്ന് പറയുന്ന എലമെൻറ്റും എന്താക്കി? ഇൻഫിനിറ്റി ആക്കി. ഇനി ഇത് നോക്ക്, റെഡ്യൂസ്ഡ് ആണെന്ന് നോക്കുമ്പോൾ ഇത് റെഡ്യൂസ്ഡ് അല്ല. ഇവിടെ 2 വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ 11 വരുന്നുണ്ട്. സോ റോ റിഡക്ഷനും ചെയ്യുക, അതേപോലെ കോളം റിഡക്ഷനും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മെട്രിക്സ് കിട്ടും. സോ C∪3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ കോസ്റ്റ് C∪4 പ്ലസ് 4 to 3 എന്നുള്ള എലമെൻറ്റ് പ്ലസ് R. സോ 25 + 12 + 13. ഇത് 13 കിട്ടുക, കാരണം ഇവിടെ 2ഉം ഇവിടെ 11. 11 + 2 എന്ത് കിട്ടും? 13 കിട്ടും. ഓക്കെ, സോ 37 + 13 50 എന്ന് കിട്ടും. സോ C∪3 എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഇനി V4 V5. സോ റോ 4ഉം കോളം 5ഉം V5 V1ഉം എന്താക്കുക? ഇൻഫിനിറ്റി ആക്കുക. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? 0 കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഇത് റോ റിഡക്ഷൻ നമുക്ക് ചെയ്യണം.
സോ 1 ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി ഇൻഫിനിറ്റി കിട്ടും റെഡ്യൂസ് ചെയ്യുമ്പോൾ. കാരണം കറസ്പോണ്ടിങ് അതായത് 11 വെച്ചിട്ട് നമ്മൾ ഈ എലമെൻറ്റിനെ ഈ റോനെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയ മിനിമം എലമെൻറ്റ് റോയിൽ 11ഉം കോളത്തിൽ 0. സോ 11 + 0 ദാറ്റ് ഈസ് R = 11 എന്ന് കിട്ടും. 11 + 0 = 11. സോ നമുക്ക് എന്താണ് V4 to V5 ആണ്. ദാറ്റ് ഈസ് C cap of 5 = C cap of 4 + 4 to 5 + 2 25 plus നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ 4 to 5 എന്താ നോക്കുക, V4 V5 എന്താ നോക്കുക, 0 ആണ്. ഇപ്പോൾ കിട്ടിയ R 11 ആണ്. സോ 36 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ 4 2 കിട്ടി, 4 3 4 4 കിട്ടി. ഇനി ഇതിൽ ഏറ്റവും മിനിമം എലമെൻറ്റ് ഏതാണ്? ഇതാണ് അല്ലേ. 28 ഉണ്ട്, 50 ഉണ്ട്, 36 ഉണ്ട്. സോ ഇതാണ്. സോ നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യും? ഈ പാത്ത് ചൂസ് ചെയ്യും. സോ 1 to 4, പിന്നെ സെയിൽസ്മാൻ മൂവ് ചെയ്യുന്നത് 4 2 ഇനി 2 എന്നുള്ള പോസിബിലിറ്റീസ് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാത്ത് ചൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഈ പാത്തും ചൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ 2 എന്നുള്ള പോസിബിലിറ്റി, 2 എവിടേക്ക് എത്താം? 1 എത്താൻ പാടില്ല അല്ലേ. 2 3 എത്തിക്കൂടെ? 2 3 പിന്നെ 2 4 എത്തിക്കൂടെ? 2 4 എത്താൻ പറ്റുമോ? പറ്റില്ല, കാരണം ആൾറെഡി 4 നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് 2 എത്താനുള്ള പോസിബിലിറ്റി? സോ 2 4 3 5 ആണ് അല്ലേ. സോ 3 നമ്മൾ എടുത്തു, 4 എടുക്കാൻ പറ്റില്ല, കാരണം 4 ആൾറെഡി വിസിറ്റഡ് ആണ്. സോ 2 to നെക്സ്റ്റ് എന്താണ് 5. സോ 2 നമുക്ക് 3 എത്താം, അതുപോലെ 5 മൂവ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുക? സോ നമുക്കിവിടെ 2 പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 3 അതേപോലെ തന്നെ വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 5 നോക്കണം. സോ C cap 2 കിട്ടുന്ന ആ റെഡ്യൂസ്ഡ് മെട്രിക്സ് വേണം നമുക്ക് ന്യൂ റെഡ്യൂസ്ഡ് മെട്രിക്സ് ആയിട്ട് എടുക്കാൻ. എന്തിന്? 2 to 3 2 to 5 കാൽക്കുലേറ്റ് ചെയ്യാം. സോ C cap 2 ദാറ്റ് ഈസ് 28 കിട്ടുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സ് ഇതാണ് അല്ലേ. സോ ഇതാണ് നമ്മുടെ പുതിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് A എന്ന് പറയുന്നത്. സോ ഈ മെട്രിക്സ് എടുക്കുക. ഓക്കെ, സോ നമ്മൾ എന്തെടുത്തു? ഈ മെട്രിക്സ് എടുത്തു. ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് മെട്രിക്സ് ആണല്ലേ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 to 3 2 to 3 2 to 5 അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 2 to 3 എടുത്തു. 2 to 3 പറയുമ്പോൾ റോ 2 കോളം 3 ദെൻ 3 to 1. ഓക്കെ, റോ 2 കോളം 3 ദെൻ V3 V1 എന്താക്കുക? ഇൻഫിനിറ്റി ആക്കുക. സോ റോ 2 കോളം 3 ദെൻ V3 V1 എന്താക്കി? ഇൻഫിനിറ്റി ആക്കി. ഓക്കെ, ഇനി നോക്കുക, ഇത് റോ റിഡക്ഷൻ ചെയ്യണ കാരണം മിനിമം എലമെൻറ്റ് ഇവിടെ 2 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്തു? ഞാൻ റെഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ടു 0 വരും. അതുപോലെ 11 വരുമ്പോൾ ഇവിടെ 0 വരും. സോ ഇനി നോക്കുമ്പോൾ കോളമും റെഡ്യൂസ് ആയിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് നമ്മുടെ പുതിയ റെഡ്യൂസ്ഡ് മെട്രിക്സ്. സോ നമ്മുടെ 11 + 2 = 13 ആണ് നമ്മുടെ ഇവിടെ R വാല്യൂ അല്ലേ. സം ഓഫ് മിനിമം റോ എലമെൻറ്റ്സും സം ഓഫ് മിനിമം കോളം എലമെൻറ്റ്സും. സോ എന്ത് കിട്ടും? 13 കിട്ടും. R = 13. ഓക്കെ, 11 + 2 13 കിട്ടും. സോ C cap 3 പറഞ്ഞാൽ ഇപ്പോഴത്തെ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് എന്താണ്? C cap 2ൻ്റെ കോസ്റ്റ് ഇറ്റ് 28 പ്ലസ് വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 3 എന്ന് പറയുമ്പോൾ നമ്മുടെ റെഡ്യൂസ്ഡ് എടുത്ത മെട്രിക്സിലെ വെർട്ടെക്സ് 2 to വെർട്ടെക്സ് 3യുടെ വാല്യൂ 11 പ്ലസ് ഇപ്പോൾ കിട്ടിയ R വാല്യൂ 13. സോ 52 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 1 2 3 4 5 നമ്മൾ 4 3 വാല്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. 2 3 5 2 നമ്മളെടുത്ത വാല്യൂ 3 അല്ലേ. അപ്പോൾ ഇവിടെ C cap 3യുടെ വാല്യൂ ആണ് എന്ത്? 52 വരുന്നത്. ഇനി എനിക്ക് 2 5 കണ്ടുപിടിക്കണം. ഓക്കെ, 2 to 5 പറയുമ്പോൾ റോ 2 കോളം 5 V5 V1 എന്താക്കുക? ഇൻഫിനിറ്റി ആക്കുക. സോ റോ 2 കോളം 5 V5 V1 ഇൻഫിനിറ്റി ആക്കുക. സോ നമുക്ക് കിട്ടിയ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ആൾറെഡി റെഡ്യൂസ്ഡ് ആണെന്ന് കിട്ടും. സോ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും. സോ C cap of 5 = നമ്മളെടുത്ത് റെഡ്യൂസ്ഡ് മെട്രിക്സിൻ്റെ കോസ്റ്റ്. ഏതാ റെഡ്യൂസ്ഡ് മെട്രിക്സ് എടുത്തിരിക്കുന്നത്? 2 to 5 അല്ലേ. സോ C cap of 2 പ്ലസ് A of 2 to 5 പ്ലസ് R 28 + 0 + 0 = 28 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ C cap 3 എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 52. ഇപ്പോൾ C cap 5 എന്താ കിട്ടിയിട്ടുള്ളത്? 28. സോ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? 52 ആണോ 28 ആണോ? 28 അല്ലേ. സോ 2 to 5 എന്നുള്ള പാത്ത് നമ്മൾ എടുക്കും. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന പാത്ത് 1 4 4 2 2 5 എടുക്കും. ഇനി 5 എന്നുള്ളത് എടുക്കുക. 5 ഇടയ്ക്കൊക്കെ മൂവ് ഉണ്ട്, 4 മൂവ് ചെയ്യുന്നുണ്ട്. എടുക്കാൻ പറ്റുമോ? ഇല്ല, ആൾറെഡി 4 വിസിറ്റഡ് ആണ്. 5 3 എടുക്കാൻ പറ്റുമോ? 3 വിസിറ്റഡ് അല്ല അല്ലേ. സോ 5 3 5 2 പോകാൻ പറ്റുമോ? ഇല്ല, 2 ആൾറെഡി വിസിറ്റഡ് ആണ്. സോ നമുക്ക് 5 to 3 എന്നുള്ള പാത്തും കൂടി ഇനി എടുക്കാനുള്ളൂ. ആകെ ഇനി ഈ പാത്ത് തന്നെ ഉള്ളൂ അല്ലേ. സോ 5 എവിടേക്ക് പോകണം? 3. അപ്പോൾ നമുക്ക് 5 to 3 വേണമെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? V5 ആണ് അല്ലേ. അതായത് C cap 5 കിട്ടുന്ന മെട്രിക്സ് 28 ആണ് നമ്മുടെ C cap 5 എന്നുള്ളത്
കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ആ മെട്രിക്സ് എടുത്തു, അതിൽ നമ്മൾ റോ 5ഉം കോളം 3യും എന്താക്കണം, ഇൻഫിനിറ്റി ആക്കണം, V3 V1 ഇൻഫിനിറ്റി ആക്കണം. സോ റോ 5 കോളം 3 അതുപോലെ ഇത് നമ്മൾ ഇൻഫിനിറ്റി ആക്കി. ഓക്കെ, V3 V1 നമ്മൾ ഇൻഫിനിറ്റി ആക്കി. ഇനി നോക്കൂ, ഇത് റോ റേഡിയസും കോളം റേഡിയസും ഒന്നും ചെയ്യാനില്ല അല്ലേ, കാരണം എല്ലാം ഇൻഫിനിറ്റി ആക്കി. എല്ലാ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ വെർട്ടെക്സും വിസിറ്റ് ചെയ്ത് കഴിയുന്ന അർത്ഥം. സോ ആറിൻ്റെ വാല്യൂ എന്താണ്, 0. സോ C ക്യാപ്പ് 5 പറഞ്ഞാൽ C ക്യാപ്പ് 5 പ്ലസ് A ഓഫ് 5 3 പ്ലസ് 28 പ്ലസ് 0 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ഓക്കെ, സോ 5 to 3 എന്ത് കിട്ടി, 28 കിട്ടി. സോ നമ്മുടെ പാത്ത് എങ്ങനെയാണ്, ആദ്യം സോഴ്സിൽ നിന്ന് തുടങ്ങി വെർട്ടെക്സ് 4ലേക്ക് സെയിൽസ്മാൻ മൂവ് ചെയ്യും, അവിടെ നിന്ന് വെർട്ടെക്സ് 2ലേക്ക് മൂവ് ചെയ്യും, അവിടെ നിന്നും വെർട്ടെക്സ് 5ലേക്ക് ദെൻ 3ലേക്ക്. സോ നമ്മുടെ പാത്ത് 1 to 4, 4 to 2, 2 to 5, 5 to 3. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അത് എവിടേക്ക് മൂവ് ചെയ്യണം, തിരിച്ച് സോഴ്സിലേക്ക് മൂവ് ചെയ്യും, അതാണ് 3 to 1. ഓക്കെ, സോ ഇതാണ് സെയിൽസ്മാൻ്റെ മൂവ്മെൻറ്റ്. സോ നമ്മൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് സ്പേസ് ട്രീ വി ആർ സോൾവിങ് ദി ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സോഴ്സ് നോട്ട് എടുക്കുക, അതിൽ നമ്മൾ ആ വെയ്റ്റഡ് മെട്രിക്സിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ആ റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പോസിബിൾ പാത്തിലേക്കുമുള്ള കാൽക്കുലേഷൻ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മിനിമം കോസ്റ്റ് ആ ലെവലിൽ കിട്ടുന്ന എല്ലാ വെർട്ടീസസിലെയും മിനിമം കോസ്റ്റ് കിട്ടുന്ന വെർട്ടെക്സിനെ നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നും വരാൻ പോകുന്ന എല്ലാ പോസിബിലിറ്റീസും എടുക്കണം. ഓക്കെ, ആൻഡ് സോ ഓൺ.